ഇന്നൊരു ഓണമായിട്ട് രാവിലെ തന്നെ അടിച്ചപ്പോഴാണ് ഞാൻ കണ്ടത് ഒടുക്കത്തെ മഴ. ഓണത്തിന് മഴ പെയ്ത വെള്ളം മൂടൊക്കെ പോകും. ഇന്നത്തെ എന്തൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ അടുക്കളയിൽ പോയി. അമ്മ അവിടെ തിരക്കിട്ട പണി എന്തൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ കാണുന്ന രാവിലെ കഴിക്കുള്ള ഫുഡാണ്. പിന്നെ പായസം ഉണ്ടാക്കാൻ എന്തൊക്കെ വേണ്ടി തേങ്ങ അരവച്ചു. ഇന്ന് പൂക്കളിടാൻ പോകുന്ന ഞാൻ എൻ്റെ അനിയനും കൂടെയാണ്. എവിടെ പോയി പൂക്കളിടുന്നുള്ള ആലോചിച്ചിട്ടുണ്ട്. കാരണം പുറത്തുള്ള മഴയല്ലേ. മഴ ചെയ്തുകൊണ്ട് നമ്മൾ ഉള്ളിലൂടെ പൂവിടാൻ വേണ്ടി തീരുമാനിച്ചു. ഞാനവിടെ കുളിച്ച് സെറ്റായിട്ട് ട്രഡീഷണൽ ലുക്കിൽ പൂവിടാൻ വേണ്ടി തീരുമാനിച്ചു. ഓണമായിട്ട് മുണ്ടെടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് മലയാളി സെറ്റ് നടക്കുന്നത്. എല്ലാവരും പൂവിടാൻ വേണ്ടി സെറ്റാക്കിയിരിക്കുമ്പോൾ അമ്മ കൊണ്ട് ഫുഡ് വെച്ചിട്ട് മതി. പഴം പപ്പടം കൂടെ കൂടിയിട്ട് ഒരു പിടി പിടിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. 3-4 പഴം അങ്ങനെ പൊലിച്ച് വെച്ചിട്ട് പപ്പടം അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇത് കഴിക്കാൻ വേറെ ലെവലാണ്. ഇന്നത്തെ ഓണം പഴത്തുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഫുഡ് ചെയ്തിട്ട് നേരെ ഓണത്തിന് പോകാൻ വേണ്ടി പൂളൊക്കെ സെറ്റാക്കാൻ വേണ്ടി തീരുമാനിച്ചു. എല്ലാവരും കൂടി ഇപ്പോൾ സംഭവം കളറായി. അതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്നിട്ട് ഡിസൈൻ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അനിയനും അമ്മയും കൂടെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അവസാനം ഒരു കറക്റ്റ് ഡിസൈൻ എടുത്ത് വരാൻ തീരുമാനിച്ചു. ഈ പണ്ടര എത്ര പറഞ്ഞാലും കറക്റ്റ് ഉണ്ടായിരുന്നില്ല. അവസാനം ഞാൻ തന്നെ കളത്തിലോട്ട് ഇറങ്ങേണ്ടി വന്നു. മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ കൂടാൻ തുടങ്ങി. സത്യം പറയുന്നത് എന്തായി തീരുന്നു അങ്ങനെ തീരുന്ന ഒരു ഐഡിയ ഇല്ല. ഡിസൈൻ കണ്ടുപിടിച്ചവനാണെങ്കിലും വരുന്നത് ഞാനാണ്. കൂടാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ സംഭവം മനസ്സിലാക്കിയത്. അവസാനത്തിന്റെ കളിയിൽ രണ്ടും ഒരേ കളറായിട്ട് വന്നു. അതിനുശേഷം നമ്മുടെ ഒരു മാസ്റ്റർ ക്ലാസ് ഉണ്ടായിരുന്നു. നീക്കി ഇടുന്ന റെഡി ഉള്ളൂ പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് അവസാനം പൂക്കൾ എങ്ങനെയും മാറി. ഔട്ടർ വരാണ്ട് ഒരു പച്ച കളർ കൊണ്ട് വളർന്നുകൊണ്ട് ചുമ്മാ നാട്ടുകൂടെ ഇറങ്ങി. വല്ല 10 ഇലകളോ എന്തെങ്കിലും കിട്ടു വെച്ചിട്ട് പക്ഷെ ഒരു തേങ്ങ കിട്ടിയില്ല. അവസാനം വീട്ടിലെ ചെമ്പരത്തിൽ റെഡ് വെച്ചിട്ട് പൂക്കൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ മാറ്റി. എത്ര നേരത്തെ കാത്തിരിപ്പറന്ന് അറിയാം ഇങ്ങനെ ചെയ്യാൻ. എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും അടിപൊളിയായിട്ട് പോകുന്നത്. പൂട്ട് കഴിഞ്ഞപ്പോഴാണ് ഫുഡ് ഒക്കെ ടൈം ആയത്. അമ്മ നമ്മയോട് പറ്റുന്ന എല്ലാ രീതിയിലെ കറികളും സംഭവങ്ങളും ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് അമ്മ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ഇന്നത്തെ സദ്യ. കണ്ടപ്പോൾ തന്നെ കിളി ഒരു രക്ഷയുണ്ടാകുന്നില്ല. പതിപോലെ എല്ലാ കാര്യങ്ങളും മിക്സ് ആയിട്ട് പോയാലും ഒരു ഉള്ളെടുത്ത് വെച്ച് രക്ഷയുണ്ടാകുന്നില്ല. എത്ര കാലത്തിന് ശേഷം നമ്മൾ വീട്ടിൽ ഇത്രയും അടിപൊളി സദ്യ ഉണ്ടാക്കണം. ഞാൻ കഥയൊക്കെ പറഞ്ഞ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞ് അവസാനം 2 പായസം വെച്ചപ്പോൾ എൻ്റെ കിളിയിൽ പോയി. ഇനി ഒരു ഉറക്കം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട സെറ്റ്. അതിന് മാത്രം ഫുഡ് അടിച്ച് കയറ്റിയിട്ടുണ്ടെന്ന്.